Hey, Assalamu alaikum. I'm Saliha and welcome to my YouTube channel. ഇവിടെ 5:30ക്കാണ് ബാങ്ക്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 4:30ക്ക് അലാറം വെച്ചിരുന്നു. പക്ഷേ മോള് ആ ഒരു ടൈമിൽ എണീച്ചതുകൊണ്ട് മോളൊന്ന് ഫീഡൊക്കെ ചെയ്ത് ഞാൻ ഉറക്കുമ്പോഴത്തേക്ക് ലേറ്റായി. 5:10 ആയിക്കണേ. അപ്പോൾ ഞാൻ വേഗം പോയി ഒന്ന് ആപ്പിൾ കട്ട് ചെയ്യാണ്. ഇന്ന് സുഹൂറിലേക്ക് ഞാൻ പ്രത്യേകം ഒന്നും പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ ആപ്പിൾ കഴിക്കാമെന്ന് വെച്ചു. പിന്നെ ഒരു ഗ്ലാസ് പാല് കുടിച്ചു. ബ്രസ്റ്റ് ഫീഡിങ് ആയതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തീരുമാനിച്ചതാണ് നമ്മൾ ചോറ് അങ്ങനത്തെ ഒന്നും അത്താഴത്തിന് കഴിക്കാതെ ഫ്രൂട്ട്സ്, പാല്, നട്ട്സ് അങ്ങനെ നറിഷിങ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കാം എന്നുള്ളത്. ബാങ്ക് കൊടുക്കാൻ ഓവർ ടൈം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ആപ്പിൾ കട്ട് ചെയ്തിട്ട് അപ്പം തന്നെ കഴിക്കുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ കുറച്ച് ഡേറ്റ്സും കൂടെ കഴിച്ചു. ഒരു 11:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ ബെഡൊക്കെ ഒന്ന് റെഡിയാക്കി. ഇനി മോളുടെ ഡയപ്പർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാണ്. ഞാൻ അധികവും എളുപ്പത്തിന് വേണ്ടിയിട്ട് മോസ്റ്റ്ലി മോൾക്ക് കുറുക്ക് എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ടാണ് കൊടുക്കാറ്. അപ്പോൾ ഇന്ന് നമ്മുടെ അമൃതപ്പൊടിൻ്റെ കുറുക്കാണ് ഉണ്ടാക്കി കൊടുത്തത്. ഞാൻ ഇന്നലെ റെഡിയാക്കി വെച്ചതായിരുന്നു. സമൂസ കട്ട്ലറ്റിനൊക്കെ ഉള്ള ഫില്ലിംഗ് ആണ്. ഇന്നലെ ഞാനിത് റെഡിയാക്കുമ്പോൾ കുറച്ച് വീഡിയോ എടുത്തിരുന്നു. അപ്പോൾ അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഈ വാഷ് ചെയ്ത ചിക്കനും കുറച്ച് പീസ് എടുത്ത് അതിലേക്ക് ഉപ്പ്, മഞ്ഞളും ഇട്ട് ചിക്കനൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. പിന്നെ അതുപോലെ ഓണിയൻ്റെ സോൾട്ടും പിന്നെ കുറച്ച് ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ആഡ് ചെയ്തിരുന്നു. പിന്നെ ഗ്രീൻ ചില്ലീസ്, കൊറിയാൻഡർ ലീവ്സ് അതാണ് ഈ ഒരു ഓണിയൻ്റെ മസാലയിൽ ഞാൻ ഇടുന്നത്. പിന്നെ ഈ കുക്ക് ചെയ്ത ചിക്കന് നല്ലോണം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒനിയൻ്റെ മസാലയിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്.
കുറച്ച് ഫില്ലിങ് മാറ്റി വെച്ചിട്ട് ഇന്നത്തേക്കുള്ള ഫില്ലിങ് മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് വെക്കാണ്. അപ്പോൾ ഇന്ന് ഞാൻ നോമ്പ് തുറക്കാൻ സമൂസ പിന്നെ അതുപോലെ മക്രോണി എഗ്ഗൊക്കെ ഇട്ടിട്ടുള്ള ഒരു കേക്കാണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. എനിക്ക് സമൂസ ഷീറ്റ് കിട്ടിയില്ല, അപ്പോൾ ഞാൻ അവിടെ ഉള്ള സ്പ്രിംഗ് റോളാണ് എടുത്തത്. അത് യൂസ് ചെയ്തിട്ട് എങ്ങനെ സമൂസ ഉണ്ടാക്കാന്നുള്ളത് ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ കണ്ട ഒരു രീതിയാണ്. അതുപോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പണിയായിട്ട് തോന്നും, പിന്നെ ഒരു 2 എണ്ണമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈസി ആവും. ഈ ഫോൾഡൊക്കെ ചെയ്യുന്ന കണ്ടാൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി തോന്നും, പക്ഷെ നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ ഇത് എളുപ്പമാണ്. വെച്ചിട്ട് ഞാൻ തൊട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി എന്നെപ്പോലെ ആർക്കെങ്കിലും ഇതുപോലെ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ സൂം ചെയ്തിട്ട് കാണിച്ചിട്ടുള്ളത്. സമൂസയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് ഓർമ്മയായത് നമ്മുടെ പാസ്ത എഗ്ഗൊക്കെ വെച്ചിട്ടുള്ള കേക്കിന് പാസ്ത വാങ്ങിയിട്ടില്ല. അപ്പോൾ ഞാനത് അതും വേറെ കുറച്ച് സാധനങ്ങളും വാങ്ങാനുണ്ടായിരുന്നു. ഒന്ന് ഗ്രോസറിക്ക് പോവാണ്. ഇവിടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ടെസ്കോ. സോ അങ്ങോട്ടേക്കാണ് ഞാൻ പോകുന്നത്. ജസ്റ്റ് 8 മിനിറ്റ്സ് വാക്കേ ഉള്ളൂ.
ഞാനിതൊക്കെയാണ് ഇവിടുന്ന് വാങ്ങിയത്. നോമ്പ് തുറക്കാൻ ഇനി 1.5 ഹവറേ ഉള്ളൂ. അപ്പം ഞാൻ സമൂസയൊക്കെ ഒന്ന് പെട്ടെന്ന് പൊരിച്ച് വെക്കാണ്. ഇനി എഗ്ഗ് പാസ്ത ഒക്കെ വെച്ചിട്ടുള്ള കേക്ക് ഉണ്ടാക്കണം. അതിന് ഞാൻ 4 eggs ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു ഗ്രീൻ ചില്ലി, പിന്നെ കുറച്ച് സോൾട്ട്, കൊറിയാൻഡർ ലീവ്സ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഏത് ഫില്ലിങ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ സമൂസൻ്റെ കുറച്ച് ഫില്ലിങ് ബാക്കി ഉണ്ടായിരുന്നു, അതുതന്നെയാണ് എടുത്തത്. അതിലേക്ക് ഈ ഒരു എഗ്ഗിൻ്റെ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു നോൺ സ്റ്റിക്ക് പാനിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫ്ലെയിം ഓൺ ആക്കേണ്ട ആവശ്യമില്ല, ഫ്ലെയിം ഓഫ് ആക്കിയിട്ടാണ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതിലേക്ക് ഇനി നമ്മുടെ പാസ്ത ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ച പാസ്തയാണ്. സോൾട്ടും അതുപോലെ ഓയിലൊക്കെ ഒഴിച്ചിട്ട് ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്, ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക, റെഡി ആവുന്നത് വരെ. അപ്പോൾ എൻ്റെ ഇഫ്താറിനുള്ള ഐറ്റംസൊക്കെ റെഡി ആയിട്ടുണ്ട്. So this is how my first day of Ramadan looked like. Thank you for watching. See you with another video. Till then, take care. Bye.